2014 ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വർഷങ്ങളിലൊന്ന്. അഴിമതി ആരോപണങ്ങളും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് അസ്വസ്ഥരായിരുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയ പ്രതീക്ഷയായി എത്തിയത് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയുമായിരുന്നു. അച്ഛേ ദിൻ വരും. ആ വാഗ്ദാനം കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ മനസ്സിൽ പ്രതീക്ഷയായി മാറി. പക്ഷേ ആ വാഗ്ദാനങ്ങൾ പിന്നീട് എന്തായി? തെരഞ്ഞെടുപ്പ് റാലികളിൽ മുഴങ്ങിയ വാഗ്ദാനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനായോ? വിദേശ ബാങ്കുകളിലെ കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന് ഓരോ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം നിക്ഷേപിക്കും. ജനങ്ങൾ വിശ്വസിച്ചു. ദാരിദ്ര്യം മാറുമെന്ന് കരുതി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പണം ആരുടെയും അക്കൗണ്ടിലെത്തിയില്ല. മറ്റൊരു വലിയ വാഗ്ദാനം: പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. യുവാക്കൾ സ്വപ്നം കണ്ടു. പക്ഷേ പിന്നീട് രാജ്യത്ത് തൊഴിലില്ലായ്മ വലിയ ചർച്ചയായി. നോട്ടുനിരോധനം, GST, ചെറുകിട വ്യാപാരങ്ങളുടെ തകർച്ച, ഇതെല്ലാം യുവജനങ്ങളിൽ വലിയ നിരാശ സൃഷ്ടിച്ചു. പഗോഡ വിൽക്കുന്നതും തൊഴിലാണ് എന്ന പരാമർശം സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനമായി മാറി. ഇന്നും പല യുവാക്കളും ചോദിക്കുന്നു, വാഗ്ദാനം ചെയ്ത ജോലികളെവിടെ? 2014 മുമ്പ് ഇന്ധനവില വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നു. പ്രചാരണ പ്രസംഗങ്ങളിൽ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി. പെട്രോൾ 50 രൂപയാക്കും, ഗ്യാസ് സിലിണ്ടർ 300 രൂപയ്ക്ക് ലഭ്യമാക്കും എന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പെട്രോൾ വില 100 രൂപ കടന്നു. ഗ്യാസ് വില കുടുംബ ബജറ്റുകളെ ബാധിച്ചു. അന്ന് പ്രതിഷേധിച്ചവർ ഇന്ന് നിശബ്ദരാണെന്നതാണ് വാസ്തവം. അഴിമതിക്കെതിരെ പോരാടുമെന്ന വാഗ്ദാനത്തോടെയായിരുന്നു അധികാരത്തിലേക്കുള്ള യാത്ര. അതിന്റെ ഭാഗമായി വന്ന വലിയ നീക്കം നോട്ട് നിരോധനം. പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞത് കള്ളപ്പണത്തെയും കള്ളനോട്ടിനെയും ഭീകരവാദ ഫണ്ടിങ്ങിനെയും അവസാനിപ്പിക്കാനാണ് ഈ നീക്കം. പക്ഷേ പിന്നീട് പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഭൂരിഭാഗം നോട്ടുകളും വീണ്ടും ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് തിരിച്ചെത്തി. സാധാരണക്കാർ ബാങ്കുകളുടെ മുന്നിൽ മണിക്കൂറുകൾ കാത്തുനിന്ന ആ ദിവസങ്ങൾ ഇന്നും ഇന്ത്യൻ ജനത മറക്കുവാൻ തരമില്ല. അച്ഛേ ദിൻ. ആ വാക്ക് ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങളിലൊന്നാണ്. ജനങ്ങളുടെ ജീവിതം ശരിക്കും മാറിയോ? തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയോ? ഈ ഡോക്യുമെന്ററി ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കാനോ വിരോധിക്കാനോ ഉള്ള ശ്രമമല്ല. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. തിരഞ്ഞെടുപ്പ് വേദികളിൽ പറയുന്ന വാഗ്ദാനങ്ങൾ വെറും മുദ്രാവാക്യങ്ങളല്ല, അവ ജനങ്ങളുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന പ്രതീക്ഷകളാണ്. ജനാധിപത്യത്തിൽ നേതാക്കൾ മാറാം, സർക്കാരുകൾ മാറാം, മുദ്രാവാക്യങ്ങൾ മാറാം, പക്ഷേ ജനങ്ങളുടെ ചോദ്യങ്ങൾ ഒരിക്കലും അവസാനിക്കരുത്. കാരണം വാഗ്ദാനങ്ങൾ മറക്കാനുള്ളതല്ല, നടപ്പിലാക്കാനുള്ളതാണ്. എഴുതിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ.